നമസ്കാരം. നബീൽ വെബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ആലുവ മോഡൽ പുകയില്ലാത്ത അടുപ്പ് എങ്ങനെ നമ്മുടെ സ്വന്തം ഐഡിയയിൽ ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ താഴെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. രണ്ട് വരിക്ക് ഹോളോ ബ്രിക്സ് വെച്ച് ഭിത്തി കെട്ടിയതിന് ശേഷമാണ് ഈ കാണുന്ന സ്ലാബ് ഉണ്ടാക്കി അതിൻ്റെ മേലെ ഇട്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ മേലെയാണ് നമ്മുടെ അടുപ്പ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം സ്ലാബിന് മുകളിലായി തറ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഹോളോ ബ്രിക്സ് വെച്ച് സൈഡ് കറക്റ്റ് ചെയ്യുക. ബാക്കി ചൂട് ധാരാളം വരുന്ന അടുപ്പിൻ്റെ ഭാഗത്ത് ഇഷ്ടിക വയ്ക്കുക. അതിനുശേഷം വിറക് വെക്കുന്ന ഭാഗത്ത് ഇഷ്ടിക വെച്ച് പ്ലാൻ റെഡിയാക്കുക. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അടുപ്പ് കളിമണ്ണിൻ്റെ അടുപ്പാണ്. ഇത് നല്ല ചൂട് കിട്ടുന്നതിനും പിന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഇതിന് മുകളിൽ നമ്മൾ വേറെ ഒരു സ്റ്റീലിൻ്റെ അടുപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഹോളോ ബ്രിക്സ് ഒക്കെ വെച്ച് നല്ല കൃത്യമായി പ്ലാൻ തയ്യാറാക്കുക. അതിനുശേഷം നമുക്ക് അടുപ്പിൻ്റെ സൈഡിലായി കുറച്ച് സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ഇട്ട് അടുപ്പിനെ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. പുകയില്ലാത്ത അടുപ്പ് പല മോഡലിലും ആളുകൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ബോക്സ് ടൈപ്പ് അടുപ്പാണ്. മുകളിൽ നിന്ന് കത്തിക്കുന്ന മോഡൽ, മൂടിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. സാധാരണ അടുപ്പെന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന് കത്തിക്കുന്നതാണ്. ഇത് മുകളിൽ നിന്ന് സ്ലോപ്പായിട്ടുള്ള ഒരു അടുപ്പാണ്. ഈ കാണുന്ന വലിയ സ്പേസിൽ, അതുപോലെ ഈ ചെറിയ സ്പേസിൽ, അതുപോലെ ഈ നടു സെൻറ്റർ ഭാഗത്തും മണ്ണ് നിറക്കേണ്ടതാണ്. ഫ്രെയിമൊക്കെ ഫിറ്റ് ചെയ്തു. ഈ പടുവിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മണ്ണ് നിറച്ചു. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ സൈഡിൽ, അതുപോലെ അടുപ്പിൻ്റെ സെൻറ്റർ, രണ്ടടുപ്പിൻ്റെയും നടുഭാഗത്ത് നമ്മൾ കുറച്ച് കുപ്പിച്ചിലുകൾ ഇട്ടിട്ടുണ്ട്. അത് അടുപ്പിന് നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ആ കുപ്പിച്ചിലിൻ്റെ മേലെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് അതിന് മേലെ. പിന്നെ അങ്ങനെ മറ്റു പടുവിൻ്റെ ഉള്ളിൽ അടുപ്പ് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്പേസ് ഗ്യാപ്പ്, ഈ ഭാഗത്തൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മണ്ണ് നിറച്ചിട്ട് അതിന് മേലെ ബോളർ വെച്ചേക്കണം. ഇത്രയുള്ള ബോളർ വെച്ചിട്ട് അടിച്ചമർത്തിയിട്ട് നമ്മളതിന് മേലെ പരിക്കാനായിട്ട് അങ്ങനെ കാണുന്നത് വെക്കും. അപ്പോൾ വീഡിയോ എടുക്കണം, പണി ചെയ്യാനൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ടാണ് പണി ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഈ അടുപ്പിൻ്റെ ഫ്രെയിം വെച്ചാണ് കാണുന്നില്ലേ, ഇത് നമ്മൾ പഴയൊരു ഗ്യാസ് സ്റ്റവിനെ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തെ ബുഷൊക്കെ ഒഴിവാക്കി അതിൻ്റെ ഉള്ളിലത്തെ ബർണറും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫ്രെയിമിനെ ഇത്ര അളവിൽ ഒരു 1.5 ഇഞ്ച് അളവിൽ കട്ട് ചെയ്തേക്കാണ് കാണുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഇതിൻ്റെ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ് ആകുമ്പോൾ കൊടുത്തേക്കണം.
പിന്നെ ഇപ്പുറത്തെ ഈ കാണുന്ന വലിയ അടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഇതിൻ്റെ സാധാരണ അടുപ്പിൻ്റെ അളവ്. അപ്പോൾ കുറച്ചും വലിപ്പം കിട്ടി ഒരടുപ്പ് ചെറുത് ഒരടുപ്പ് വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അടുപ്പിനെ നമ്മൾ കുറച്ചും കൂടെ കുറച്ച് വട്ടം കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുപ്പിനെ നമ്മുടെ വട്ടം കൂട്ടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് മേലെ ഇനി കുറച്ചുകൂടെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊരു ചെറിയ സ്ലാബും കൂടെ പണിയാനുണ്ട്. ഇനി കാണുന്ന പുകക്കുഴലിന് ഇതിന് മേലെ പുകക്കുഴൽ വെക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ഇത് വന്ന് ഒരു കമ്പി ഇട്ടിട്ട് കുറച്ച് ചെറിയൊരു വാർപ്പ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇഷ്ടി വെച്ചിട്ട് പടുത്തിട്ട് ആണ് അതിൻ്റെ മേലാണ് നമ്മൾ വലിയ പൈപ്പ് കൊടുക്കുന്നത്. ഇതിന് മേലെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ ഒപ്പമുള്ളൊരു സ്ലാബാണിത്. അടുപ്പിനോട് ചേർന്നുള്ള അടുപ്പിൻ്റെ കൂടെയുള്ളൊരു സ്ലാബാണ്. ഈ കാണുന്ന ചെറിയൊരു വാർപ്പാണിത്. ഇത് നമുക്ക് പുകക്കുഴൽ വെക്കാൻ വേണ്ടിയിട്ട് കമ്പി കെട്ടിക്കണതാണ്. ഇങ്ങനെ വാർത്തതിന് മേലെ സ്റ്റിക്ക് വെച്ചിട്ടാണ് അതിൻ്റെ മേലാണ് പുകക്കുഴൽ വെക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ അടുപ്പിൻ്റെ കൂടുതൽ പണികളും ഞങ്ങൾ വീട്ടിലുള്ളവർ തന്നെ ചേർന്നാണ് എടുത്തത്. തേപ്പിന് മാത്രമേ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അടുപ്പ് നിർമ്മിക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി അമർത്തുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.